സുരേഷ് ഗോപി രാജ്യസഭാംഗമായി, പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു, കേന്ദ്രമന്ത്രിയായി. അതുമായിട്ട് തനിക്ക് എന്തോന്ന് ബന്ധം? നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇടതുപക്ഷ സഹയാത്രികനായി മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി. ഇതല്ലേ അനുഭവം നമ്മളില്ലേ. മമ്മൂട്ടി CPM-ന്റെ ബന്ധം ഉപേക്ഷിക്കും. തന്നോട് ആര് പറഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പം പറഞ്ഞു. KT ജലീൽ അൻവറിന്റെ പാത തുടരും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ലല്ലോ സംഭവിച്ചത്. അത് തമാശ. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? എനിക്ക് ഏത് നേരത്തെ ഈ ബുദ്ധി തോന്നി എന്റെ ദൈവമേ. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. അല്ല, ചൂടുള്ളത് വേണം കേട്ടോ. മമ്മൂട്ടി ഇപ്പോഴും CPM-ൽ അംഗമല്ല, സഹയാത്രികനാണ്. മമ്മൂട്ടി കൈരളി ചാനലിന്റെ ചെയർമാനായിട്ട് 25 വർഷം കഴിഞ്ഞു. ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ? 25 വർഷം അദ്ദേഹം ചാനലിന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് കരുതപ്പെട്ടത്. ഓ, അവരെങ്കിലും ഒന്ന് വെറുതെ വിട് പറയുന്നേട്ടാ. സുരേഷ് ഗോപി രാജ്യസഭാംഗമായി, അത് കഴിഞ്ഞ ശേഷം പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു, കേന്ദ്രമന്ത്രിയായി. അങ്ങ് വളർന്നു വലുതായി ആകാശം മുട്ടി. ഇടതുപക്ഷ സഹയാത്രികനായി മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി. അയ്യോ, അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. ഈ കാര്യത്തിൽ തന്നോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പദവികൾ ലഭിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയാണ്. ഇവനെ അതെനിക്ക് നേരത്തെ അറിയാവുന്ന. CPM-ന്റെ ഭരണം വന്ന സന്ദർഭങ്ങളിൽ CPM ഭരണം നോക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡുകൾ നോക്കിയാൽ പോലും മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ഇത്തരം സംശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ളതാ. പരസ്യപ്രസ്താവന നടത്തരുത്, നാറും. അതുകൊണ്ട് നഷ്ടം വരാൻ പോകുന്നത് നിനക്കാ. CPM സഹയാത്രികനായി നിന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് വ്യക്തിപരമായി ഒരു ലാഭവും കിട്ടിയിട്ടില്ല. അതിൽ മമ്മൂട്ടിക്ക് വ്യസനമുണ്ട്. ഞാനിത് പറയാൻ കാരണം നീ എന്ത് വിട്ടിത്താടായി പറയുന്നത്? നിങ്ങൾ കൈരളിയുടെ 25ാം വാർഷിക നടന്ന ഒരു മീറ്റിംഗിൽ ഞാൻ കൈരളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണല്ലോ. താൻ ഇപ്പൊ നിൽക്കുന്നത് അകത്തോ പുറത്തോ? 3-4 കൊല്ലമായിട്ട് നീ എവിടെ ആയിരുന്നു? ഞാനിങ്ങനെ കൈരളി TV നോക്കിയപ്പോൾ മമ്മൂട്ടി അതിൽ അധ്യക്ഷ വഹിക്കുന്നതാണ് ഞാൻ കരുതി. മമ്മൂട്ടി വരുമെന്ന് കരുതിയപ്പോൾ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ മമ്മൂട്ടി എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അദ്ദേഹം സാധാരണഗതിയിൽ എല്ലാ ജനറൽ ബോഡിയിലും പങ്കെടുക്കുന്നതാണ്. ഇപ്പം ജനറൽ ബോഡി പങ്കെടുക്കുന്നത് ഓൺലൈനിലാണ്. എനിക്കതറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മമ്മൂട്ടി കൈരളി TVയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്ത ഓഫീസിൽ പോലും വരാറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അദ്ദേഹത്തിന് ചില സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടെന്ന വളരെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? എന്തുടെ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ.